Hello friends, welcome to SAT, St. Augustine Tuition Center, Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് factors that affect the rate of a chemical reaction. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെ ഘടകങ്ങളാണ് രാസപ്രവർത്തന വേഗതയെ വർദ്ധിപ്പിക്കുന്നത്? ഫസ്റ്റ് വൺ concentration, ഗാഢത. Second one, pressure, മർദ്ദം. 3, temperature, താപം. 4, പ്രതല വിസ്തീർണം, surface area, means size of particle. And the fifth one is catalyst, ഉൽപ്രേരകങ്ങൾ. ഇത്രയും ആളുകളാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ, ഗാഢത, then മർദ്ദം, temperature, താപം, surface area, പ്രതല വിസ്തീർണം, catalyst, ഉൽപ്രേരകം. Clear? Okay. Before going to understand how these factors affect the rate of a chemical reaction, ഒരു രാസപ്രവർത്തന വേഗതയെ ഈ ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ആൻ എഫക്റ്റീവ് കൊളീഷൻ? ഒരു ഫലവത്തായ കൊളീഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, രാസപ്രവർത്തനം നടക്കണമെങ്കിൽ കൂട്ടിമുട്ടലുകൾ ഉണ്ടാവണം. കൊളീഷൻ ഈസ് നെസസറി. മനസ്സിലായോ? സോ വാട്ട് ഈസ് ദ ബേസ് ഓഫ് എ കൊളീഷൻ? അല്ലെങ്കിൽ എന്താണ്? വാട്ട് ഫാക്ടേഴ്സ് അഫക്ട് ദ കൊളീഷൻ? There are only two things. First one is kinetic energy. The particles have more kinetic energy, more collision occur. Kinetic energy കൂടുതലുള്ള തന്മാത്രകൾക്ക് കൂടുതൽ എന്താണ് വളരെ വേഗത്തിൽ സഞ്ചരിച്ച് കൂട്ടിമുട്ടൽ ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായോ? kinetic energy കൂടുതലുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? kinetic energy കൂടുതലുണ്ടെങ്കിൽ collision കൂടുതൽ. നെക്സ്റ്റ് പ്രോപ്പർ ഓറിയന്റേഷൻ. നല്ല ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താ ഓറിയന്റേഷൻ? മീൻസ് സപ്പോസ് ഹൈഡ്രജൻ. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വിസിറ്റ് പാർട്ട് 4 ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ. സപ്പോസ് ഐഡിൻ ഇങ്ങനെ. ഓക്കെ. ഇത് നമ്മൾ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ രാസപ്രവർത്തനം നടക്കും. ഇതെന്താണ്? ഇതൊരു പ്രോപ്പർ ഓറിയന്റേഷൻ ആണ്. സപ്പോസ് ഇങ്ങനെയാണ് വരിക, ഹൈഡ്രജൻ and another hydrogen atom ഇങ്ങനെ. എന്നിട്ട് ഇത് id I2, this is H2. ഇവരിങ്ങനെ ഒന്ന് കൂട്ടിമുട്ടാലോ? ഓ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ ഓറിയന്റേഷൻ. നല്ല ഒരു എന്താ പറയാ സ്ഥാനത്തിലല്ല അത് നിൽക്കുന്നത്. അങ്ങനെ പ്രോപ്പർ ഓറിയന്റേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? കൊളീഷൻ ഡിക്രീസസ്. നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. when kinetic energy increases, collision increases. Proper orientation is right, then collision എന്താണ്? increases. Clear? മനസ്സിലായോ? So let us move to the topic concentration, ഗാഢത. What is concentration? Look at this picture. ഈ പിക്ചറിലോട്ട് നോക്കൂ. ഇവിടെ high concentration, low concentration. ഗാഢത കൂടുതൽ, ഗാഢത എന്താണ്? കുറവ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രണ്ടും തുല്യ വലിപ്പമുള്ള പാത്രമാണ്. ഈക്വൽ ഷേപ്പ് ഓർ ഈക്വൽ സൈസ് ഓഫ് വെസൽ, ബട്ട് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദീസ് ടു വെസൽ എന്താണ്? ഇസ് ഡിഫറെന്റ്. ഇവരെ എന്താണ്? ഒരേ സൈസ് ആണെങ്കിൽ അതിനകത്തുള്ള എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിഫറെന്റ് ആണ്. ഇവിടെ മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇവിടെ എന്താണ്? ലെസ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇഫ് ദർ ആർ ഹ്യൂജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, then we say that it is high concentrated. Less number of molecules, we say that low concentrated. So concentration depends on the amount of substance contained in a specified shape. മനസ്സിലായി? ഒരു പ്രത്യേക ഏരിയയിൽ എത്രത്തോളം ആളുകളുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗാഢത എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഗാഢത. മനസ്സിലായോ? ക്ലിയർ? നോക്ക്, ഈ പിക്ചർ നോക്കിയേ. ഇവിടെ ഇത് HCl ആണ്. ഈ മഞ്ഞ കാണിച്ചിട്ട് എന്താണ്? HCl. ഓക്കെ.
HCl ഇത് മാർബിളിന്റെ ചിപ്പാണ്, കാൽസ്യം കാർബണേറ്റ്. ഇതിന് HCl ഒരു HCl ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മൂവ്മെന്റ് മുകളിലേക്ക്, ഇത് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക്, ആൻഡ് ദിസ് വൺ ഈസ് ഡൗൺവേർഡ്. ഇതിങ്ങോട്ട്, 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 ഇങ്ങോട്ട്, ഇങ്ങോട്ട്, മുകളിലേക്ക്, സൈഡിലേക്ക്, താഴെ. സോ എവിടെയാണ് ചാൻസസ് ഓഫ് കൊളീഷൻ increases? ഇവിടെ. Why? It is only because of the number of particles increases in this conical flux than this. മനസ്സിലായോ? ഈ കോണിക്കൽ ഫ്ലാക്സിൽ ഒത്തിരി പേരുണ്ട്, അവർ റാൻഡം മോഷൻ ആണ്. അപ്പോൾ അവർ കൂട്ടിമുട്ടാനും ഇതുമായിട്ട് കൂട്ടിമുട്ടാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയും കോൺസെൻട്രേഷൻ കൂടിയാൽ കൂട്ടിമുട്ടുകളുടെ എണ്ണവും എന്ത് ചെയ്യും? കൂടും. ഇഫ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, collision also increases. Clear? The concentration and the collisions are directly proportional. മനസ്സിലായോ? സോ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ചോദ്യം വരും, സാർ വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെരി സിമ്പിൾ. കോൺസെൻട്രേഷൻ മീൻസ് ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് പെർ ഡിഫൈൻഡ് സ്പേസ്. എന്താണ്? ദ എമൗണ്ട്, എത്രത്തോളം ഉണ്ട് സബ്സ്റ്റൻസ് പെർ ഡിഫൈൻഡ് സ്പേസ്. ഒരേ അളവ് നമ്മൾ സ്പേസ് എടുത്താൽ അതിനകത്ത് എത്രത്തോളം ആളുകളുണ്ട്, അതാണെന്ത്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ, കുറച്ച് ആളുകളുണ്ടെങ്കിൽ ലോ കോൺസെൻട്രേഷൻ. ക്ലിയർ? ഓക്കെ. ടെക്സ്റ്റ് ബുക്കിലേക്ക് വരികയാണെങ്കിൽ ഗാഢത എന്ന് പറഞ്ഞാൽ എന്താ? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ അളവിനെയാണ് അതിന്റെ ഗാഢതയായി കണക്കാക്കുന്നത്. എന്താണ്? വെരി സിമ്പിൾ. യൂണിറ്റ് വ്യാപ്തം അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവ്, ഓക്കെ, അതിനെ ഗാഢതയായിട്ട് കണക്കാക്കും. ഇപ്പൊ നമ്മളൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോരം എണ്ണമുണ്ട്, അതാണ് എന്ത്? ഗാഢത. ഒരു ലായനിയുടെ ഗാഢത എന്നത് ഓരോ യൂണിറ്റ് വ്യാപ്തത്തിലും എത്രമാത്രം ലീനം അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഓക്കെ. ലായനി മീൻസ് സപ്പോസ് ഇത് ഒരു വാട്ടർ ആണെന്ന് വിചാരിക്കും. വാട്ടർ, ഓക്കെ, വാട്ടർ ഇസ് എ സോൾവെന്റ്. സോൾവെന്റ് ആരാണോ ലയിപ്പിക്കുന്നത് അയാളാണ് സോൾവെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് NaCl. NaCl, സോളിഡ് NaCl, സോൾട്ട്. ഓക്കെ. ഈ സോൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. എന്താണ്? സൊല്യൂട്ട്. ഓക്കെ. ഇവിടെ ഉദ്ദേശിക്കുന്ന ലീനം എന്ന് പറയുന്നത് ആ സൊല്യൂട്ട് ആണ്. സൊല്യൂട്ട്. മനസ്സിലായോ? എന്നുവെച്ചാൽ എന്താ? NaCl ഇൻ അവർ എക്സാമ്പിൾ. ഓക്കെ. ലായനി എന്ന് വെച്ചാൽ എന്താണ്? NaCl പ്ലസ് വാട്ടർ സൊല്യൂഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? ലായനി. അപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ എന്താ സംഭവിക്കുക? അതിനകത്ത് ചെറിയ ഒരു യൂണിറ്റ് ഏരിയ എടുത്തു. അതിനകത്ത് എത്ര ഉപ്പുണ്ട്? ഹൗ മെനി number of solute present in this unit volume? It is known as the concentration of a solution. ഒരു ലായനിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ലായനിയിൽ ഒരു യൂണിറ്റ് വോളിയം നിങ്ങൾ എടുത്താൽ അതിനകത്ത് എത്ര ലീനമുണ്ടെന്നുള്ളത്. ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് സോഡിയം ആയിരിക്കും എപ്പോഴും ലീനമെന്ന്. അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ നിറച്ച് നമ്മൾ ഉപ്പെടുത്തു, എന്നിട്ട് ഒരു 2 തുള്ളി വെള്ളം ഇട്ടാലോ? ഇൻ ദിസ് കേസ് എന്താണ്? വാട്ടർ ഈസ് സൊല്യൂട്ട്. മനസ്സിലായോ? ഇനി ഒരു എക്സാമ്പിൾ പിന്നെ പറയുന്ന ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഗാഢത കൂടിയ ലായനി, ദാറ്റ് മീൻസ് ഹൈ കോൺസെൻട്രേഷൻ. ഹൈ കോൺസെൻട്രേഷൻ അതാണ് നമ്മൾ നേരത്തെ ഒക്കെ കണ്ടു. നമ്മൾ അളവ് കുറവാണെങ്കിൽ എന്താണ്? ലോ കോൺസെൻട്രേഷൻ എന്നും പറയും. ഒരു എക്സാമ്പിൾ പറയും, 100 മില്ലി ജലത്തിൽ 10 ഗ്രാം പഞ്ചസാര ലയിപ്പിച്ച ലായനിയും മറ്റൊരു 100 ml ജലത്തിൽ 20 ഗ്രാം പഞ്ചസാര ലയിപ്പിച്ച ലായനിയും ഉണ്ടെന്ന് കരുതുന്നു. ഏതാവും ഗാഢത കൂടിയ ലായനി? വെരി സിമ്പിൾ. ആരാണോ കൂടുതൽ എമൗണ്ട് ഉള്ളത് അതിനായിരിക്കും ഗാഢത കൂടുതൽ. സോ 100 ml ജലത്തിൽ 20 ഗ്രാം ലയിപ്പിച്ചതിലായിരിക്കും കൂടുതൽ ഗാഢതയുള്ളത്. നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ the amount of substance present in a unit volume, amount, is considered as the concentration of the substance. The concentration of a solution is the amount of solute present in its unit volume.
If the amount of solute in unit volume of the solution is high, it is called a concentrated solution. And if the amount of solute is low, it is called a dilute solution. Okay. Let us consider two examples of sugar solutions such that one contains 10 grams sugar dissolved in 100 ml water and the other contains 20 grams sugar dissolved in 100 ml water. Which will be the more concentrated solution? Which will be the more concentrated? 20 gram, 20 gram. എന്താ കാരണം? Amount of solute is greater here. Clear? So our topic is how this concentration affect the rate of a chemical reaction. രാസപ്രവർത്തന വേഗത ഈ കോൺസെൻട്രേഷൻ ഗാഢത എങ്ങനെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഗാഢത കൂടിയാൽ എന്ത് കൂടും? കൊളീഷൻ കൂടും, കൂട്ടിമുട്ടൽ എണ്ണം കൂടും. സോ തീർച്ചയായിട്ടും ഗാഢത കൂടിക്കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗതയും കൂടും. നമുക്ക് നോക്കാം the effect of concentration on reaction rates. രാസപ്രവർത്തന വേഗതയിൽ ഗാഢതയുടെ സ്വാധീനം. At a higher concentration, ഉയർന്ന ഗാഢതയിൽ നോക്കൂ, ഒരു പിക്ചർ നമ്മൾ നേരത്തെ വരച്ചത് എവിടെയാണ് ഹയർ കോൺസെൻട്രേഷൻ? എവിടെയാണ് ഹയർ കോൺസെൻട്രേഷൻ? എന്താ അതിന്റെ അർത്ഥം? ഒത്തിരി, there are huge number of particles, so more number of particles here, therefore more collision occur. മനസ്സിലായോ? That's why the speed of a chemical reaction increases. ഇവിടെ ഒത്തിരി തന്മാത്രകളുണ്ട്, അപ്പോൾ എന്താണ്? ഒത്തിരി കൂട്ടിമുട്ടലുകൾ നടക്കും, അപ്പോൾ കൂടുതൽ വേഗത്തിൽ രാസപ്രവർത്തനം നടക്കും. ഇവിടെ less number of molecules, therefore the collisions എന്താണ്? less chance of collisions. Collision എന്താണ്? വളരെ കുറച്ച് സാധ്യതയുള്ളൂ. അപ്പോൾ the speed of chemical reaction decreases when concentration decreases and speed of chemical reaction increases when concentration increases. So at a higher concentration, more reactant particles per unit volume. എന്താണ്? more reactant. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. more reactant particle, കൂടുതൽ അഭികാരങ്ങൾ. At a higher concentration, increased number of collision. കൂട്ടിമുട്ടലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം more reactant, therefore എന്താണ്? the collision increases. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. increase speed of reaction, രാസപ്രവർത്തനത്തിന്റെ വേഗതയും കൂടുന്നു. ക്ലിയർ? നമുക്ക് ചില എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1, magnesium and hydrochloric acid. In the lab, magnesium granules react fairly slowly with the dilute hydrochloric acid, but much faster if the acid is concentrated. Magnesium granules slowly with the dilute hydrochloric acid, but faster acid is concentrated. Magnesium plus hydrochloric acid gives magnesium chloride plus hydrogen. മനസ്സിലായോ? കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഗാഢത കൂടിയ HCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പ്രവർത്തനം നടക്കും. Example 2, the catalytic decomposition of hydrogen peroxide. Solid manganese dioxide is often used as catalyst in this reaction. Oxygen is given off much faster if the hydrogen peroxide is concentrated than if it is diluted. ഇതാണ് hydrogen peroxide. This is hydrogen peroxide. Okay, hydrogen peroxide. വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. സോ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ലിബറേറ്റഡ്, ഇത് ഈ ഓക്സിജൻ പുറത്തേക്ക് വരുന്നത് ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇതിന്റെ കോൺസെൻട്രേഷൻ. ഫോർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, മോർ ഓക്സിജൻ എന്താണ് പുറത്തേക്ക് വരും, വളരെ പെട്ടെന്ന് വരും, മച്ച് ഫാസ്റ്റർ. ഉണ്ടോ? ക്ലിയർ? സോ നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് യു ലേൺ? നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പഠിച്ചത് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി. എന്താ പഠിച്ചത്? കോൺസെൻട്രേഷൻ, ഗാഢത. കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ increases. So speed of a chemical reaction, രാസപ്രവർത്തനത്തിന്റെ വേഗതയും എന്ത് ചെയ്യും? increases, കൂടുന്നു, increases. മനസ്സിലായോ? increases. Clear? So when concentration increases, speed of a chemical reaction also increases. Why? എന്തുകൊണ്ട്? More number of particles, more collisions. Okay? Thank you. Please visit
and subscribe to our YouTube channel for new updated videos. Thank you once again.